സൈസ് ഒരാളാണെന്ന് കരുതി കടുവനെ പോയി നല്ലൊരു പിടുത്തം പിടിച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ഇതായി നമ്മളെ ബാക്കിൽ കാണുന്ന ഈ ഒരു വലിയ കൊണ്ട് വറ്റിച്ച് മീൻ പിടുത്താണ്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വറ്റിച്ച് പിടിക്കാൻ പോകുന്ന ആ ഒരു കുഴി. അപ്പോൾ നല്ല സ്ക്വയറിലുള്ള വലിയൊരു പണ്ട് കാലത്ത് മണ്ണെടുത്തുണ്ടായ ഒരു കുണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്, പരന്ന് കിടക്കണോണ്ട് നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതായത് നമ്മളെ സുഹൃത്തുക്കൾ ഇന്ന് വൈകിട്ട് പമ്പ് സെറ്റൊക്കെ ഓൺ ചെയ്ത് വെച്ച് നാളെ രാവിലെ ആകുമ്പോഴേക്ക് വെള്ളം വറ്റി മീൻ പിടിക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മളെ സുഹൃത്തുക്കൾ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കുഴിയുടെ ഉടമയുടെ കയ്യിൽ നിന്ന് 6000 രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു കുഴി വാങ്ങിച്ചിട്ടുള്ളത്, അതായത് മീൻ പിടിക്കാനായിട്ടാ. അപ്പോൾ എന്തായാലും നോക്കി എത്രത്തോളം മീൻ കിട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളം വറ്റിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം വെള്ളമൊക്കെ വറ്റി നമ്മളെ സുഹൃത്തുക്കൾ ഇവിടെ മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ കുഴിയിൽ ഇവിടെ ഒരു ഈ ഒരു ഭാഗത്ത് ഈ ഒരു വെള്ളം നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഒരു ചാല് പോലെയാണ്. അപ്പോൾ ആ കംപ്ലീറ്റ് വെള്ളം ആ ഒരു ഭാഗത്തോട്ട് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇട്ടിട്ട് വല കൊണ്ടും അതുപോലെ നമ്മളെ കൈവല ഉപയോഗിച്ച് ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെയാണ് കേട്ടോ മീൻ പിടിക്കുന്നത്. അതുകൊണ്ട് കോരിയിട്ടൊക്കെ ആയിട്ട് നമ്മളെ സുഹൃത്തുക്കൾ മീൻ പിടിക്കുന്നുണ്ട്. അതുപോലെ തപ്പിയിട്ടൊക്കെ ആയിട്ട് പിടുത്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള വലിയ വലിയ വരാലുകളാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സുഹൃത്തുക്കൾക്ക്. അപ്പോൾ നോക്കാം എത്രത്തോളം മീൻ കിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കാണിക്കൂട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ ഇതിൽ നിന്ന് കിട്ടുന്ന മീനുകൾ കംപ്ലീറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇവിടെ കൊടുത്തിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇവിടെ ഒരു വലിയൊരു ടാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മീൻ ഇടാനായിട്ട്. അപ്പോൾ ഈ ഒരു വലിയ ടാങ്കിലോട്ട് മീൻ ഇടുന്നതിന് മുമ്പായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ നീല ഡ്രമ്മിലിട്ട് മീൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഈ ഒരു വലിയ ടാങ്കിലോട്ട് ഇടുന്നത്. അപ്പോൾ കിട്ടിയിട്ടുള്ള മീനിൻ്റെ ഒക്കെ സൈസ് നോക്കിയാൽ നല്ല വലിയ വലിയ വരാലുകളാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വരെ മീൻപിടുത്ത കാഴ്ചകൾ കാണാം. അപ്പോൾ മീൻപിടുത്തം കഴിഞ്ഞ് നമുക്ക് ഇവർക്ക് കിട്ടിയുള്ള കംപ്ലീറ്റ് മീന് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. വേറെ ഒന്നും കൂടി പിടിച്ചിരിക്കണേ. സൈസ് മുട്ടിക്കേണ്ട സാധനങ്ങളാട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു സുഹൃത്തിന് നല്ലൊരു പണി കിട്ടിയിട്ടോ നമ്മളെ മീൻപിടുത്തത്തിനിടയിൽ. അതായത് വരാലാണെന്ന് കരുതി കടുവനെ പോയി നല്ലൊരു പിടുത്തം പിടിച്ച്. അപ്പോൾ നല്ല രീതിയിൽ ചോരയും വരുന്നുണ്ട് ഉച്ച സമയമായതുകൊണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കടു ജസ്റ്റ് ഒന്ന് തോണ്ടിയാൽ തന്നെ നല്ല വേദനയായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വരാലിനെ പിടിക്കുന്ന രീതിയിൽ കടുവനെ പിടിച്ചാലുള്ളൊരവസ്ഥ. ഇതുപോലൊക്കെ മീൻ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇതാക്കുക. കാരണം മീനെ കണ്ട് പിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലുള്ള പണികൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. നാടൻ കണ്ണാട്ടാ വരാല്. അയ്യോ സിലോപ്പിൻ്റെ ഒക്കെ സൈസ് 1 കിലോൻ്റെ ഇങ്ങനെ അവിടെ ടാങ്കിൽ കൊണ്ടുപോയിട്ട് കേട്ടോ മീനുകളൊക്കെ. നമ്മളീ ഒരു സുഹൃത്തിനെ കുത്തിയ കടുവട്ടാ എന്നെ പിടിച്ച്
അയ്യമ്മാതിരി കണ്ടു. അതിനങ്ങൾ അടക്കി പിടിച്ചല്ലേ. ഓ ഓ ചെമ്പോ സാധനങ്ങളാട്ട കയ്യിലോ വീണില്ല. ഇവിടെയും പിടിച്ചിട്ടാ. ഓ സാധനം പെരുങ്കണ്ണനാട്ടാ. ഒച്ചോമ കണ്ണൻ എന്ന് പറഞ്ഞാൽ കണ്ണൻ തന്നെ കേട്ടാ. ഒക്കെ ഈ ഒരു സൈസാണ്. ആടം വരാലട്ടാ. ഒക്കെ ഒരു സൈസാട്ടാ. കടു കടട്ടെ, കൈ കടരുത്തുണ്ട്. ആ വലിയ തന്നെ പിടിച്ചോ. പച്ച കളർ കടുട്ടാ. കണ്ണൻ ചാടിട്ട അടുത്ത് പിടിച്ച് തോന്നണ. കോപ്പി പിടിച്ചിട്ട. കിട്ടില്ല. പെരുങ്കണ്ണ റമ്മിലിടാനെ മജീദ് അറിഞ്ഞേ. അപ്പോൾ അതെ നമ്മളെ സുഹൃത്തുക്കളെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പമ്പ് സെറ്റ് അതുപോലെ ഫുട് വാൾവ് പൈപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ. അതുപോലെ നമ്മളെ പമ്പ് സെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി പമ്പ് സെറ്റുകളൊക്കെയാണ്. അപ്പോൾ അത് പാടത്തിൻ്റെ നടുവിലൊക്കെ ഇതുപോലെ കൊണ്ടുപോകുമ്പോൾ ചളിയിലൂടെ ഒക്കെ വേണം ഇടയ്ക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഈ ഒരു പമ്പ് സെറ്റൊക്കെ നല്ല ഹെവി പമ്പ് സെറ്റ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഈ ഒരു വറ്റിച്ച് മീൻ പിടിക്കുമ്പോഴുള്ള ഓരോ ബുദ്ധിമുട്ടുകളാണ്. മീൻപിടുത്തം ഭയങ്കര രസമാണെങ്കിലും ഇതുപോലെയുള്ള കുറേ കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു വറ്റിച്ച് പിടുത്തത്തിൽ.
കിട്ടില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകൾ കാര്യങ്ങളൊക്കെ കാണട്ടെ, എത്രത്തോളം മീൻ ഉണ്ട്. അപ്പോൾ മീനൊക്കെ ഇവിടെ ഈ ഒരു ടാങ്കിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ടാങ്കിൽ മീൻ ചാടാതിരിക്കാൻ ഓല കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതേ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ അതേ മാറ്റുന്നുണ്ട്. ഇപ്പോൾ അതേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇന്ന് നമ്മൾ പിടിച്ച കുഴിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മീനുകളാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. അപ്പോൾ വലിയ സൈസുള്ള വരാലുകൾ, മെയിനായിട്ട് വലിയ കിട്ടിയ വരാലുകളൊക്കെ നല്ല സൈസുള്ള വലിയ വരാലുകളാണ് കേട്ടോ. വരാല് കൂടാതെ തിലാപ്പിയകൾ, നല്ല വലിയ തിലാപ്പിയകളും കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മളെ പൊരിക്ക് കടു ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് കുറവാണ് എങ്കിലും മെയിനായിട്ട് വരാലും തിലാപ്പിയകളും ആണ് കേട്ടോ. നമ്മളെ സുഹൃത്തുക്കൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവര് ഇതിന് തൊട്ടപ്പുറത്ത് 1-2 കുഴികൾ വേറെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 2 കുഴിയിലും ഇവർ പ്രതീക്ഷിച്ചൊരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ ഈ ഒരു കുഴിയോടെ ഇവർക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 6000 രൂപക്ക് ഇത് വാങ്ങിച്ചതായാലും ഒരു 20,000 രൂപക്ക് മുകളിൽ ഇവർക്ക് ചെലവ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പിടിക്കാൻ. അതായത് ഡീസൽ, അതുപോലെ ഫുഡ്, മറ്റ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.